ഇരുപതാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം വല്ലമാനാകട്ടെ എന്നുള്ളതാണ്. സ്വന്തം ഈ നമുക്കറിയാം കഷ്ടകാലം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ അതിശയോക്തിയ നമ്മൾ പലപ്പോഴും പറയാനുള്ളൊരു വാക്കായി കഷ്ടകാലം എന്നുള്ളത്. സ്വന്തം അത് പല വിധത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകൾ കടന്നു വരാം. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഈ രോഗത്തിൻ്റെ അവസ്ഥകൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ കാണും. ചിലപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പല രോഗങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സൗഖ്യമാകാത്ത രോഗങ്ങൾ. അപ്പം നമ്മൾ പറയും കഷ്ടകാലം കൊണ്ട് വന്നതാണെന്ന് പറയും. അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുമ്പം നമ്മൾ പറയും കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ഇപ്പം സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കത് കേസും വഴക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകും. ചിലർക്ക് എങ്ങനെയാ നമുക്ക് മരണം ചിലപ്പം ഒരു വീട്ടിൽ 1-2 മരണമൊക്കെ അടുപ്പിച്ച് നടന്നു കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ കഷ്ടകാലത്തിലൂടെ കടന്നു പോവുക. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. ചിലപ്പോൾ നമുക്ക് ഈ രാജാക്കന്മാരുടെ ദാവീദ് രാജാവിൻ്റെ ഒക്കെ എടുത്തു കഴിയുമ്പോൾ അവരൊക്കെ പറയുന്ന പ്രധാന വാക്കുകളുണ്ട്: പ്രാണഭയം, മരണഭയം. ഇതുകൊണ്ട് ഇവർ ഓടുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ ചിലർക്ക് എങ്ങനെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണ്. കുടുംബജീവിതത്തിൽ എപ്പോഴും ചിലപ്പോൾ കലഹമായിരിക്കും, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമായിരിക്കും, ചിലപ്പം മാതാപിതാക്കളും മക്കളും തമ്മിൽ ചേരാത്തതായിരിക്കും. ഇങ്ങനെയൊക്കെ വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്തെ നമ്മൾ പൊതുവായിട്ട് പറയും കഷ്ടകാലത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്നു എന്ന് പറയാൻ സാധിക്കും. ബൈബിളിൽ നമുക്ക് പല സ്ഥലത്ത് നമുക്ക് കഷ്ടകാലം എന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ അതിൽ യാക്കോബ് പറയുന്ന ഒരു 35-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്ന ഒരിതുണ്ട്: എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന യാക്കോബ് പറയുന്നത്. അപ്പോൾ യാക്കോബ് പോയ വഴിയല്ല. അപ്പോൾ യാക്കോബ് പറയുകയാണ് യാക്കോബിൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരുന്നു. അപ്പം ഈ പോകുന്ന വഴിയിലൊക്കെ എന്തുണ്ട്? ഈ ശത്രുഭയമുണ്ട്, പ്രാണഭയമുണ്ട്, മരണഭീതിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ഈ യാക്കോബ് പറയുകയാണ് അവിടെ ഞാനൊരു യാഗപീഠം ദൈവത്തിനുണ്ടാക്കി. ഈ യാഗപീഠം നമ്മൾ പഴയ നിയമത്തിൽ യാഗപീഠം അവർ പണിതിട്ട് അവർ യാഗവസ്തുവിനെ വെച്ച് ദൈവസന്നിധിയിൽ അവർ ചിലപ്പോൾ ചില വിഷയങ്ങൾ നിരപ്പ് പ്രാപിക്കുമായിരിക്കും. നമുക്കറിയാം അകൃത്യയാഗമുണ്ട്, ഹോമയാഗമുണ്ട്, സമാധാനയാഗമുണ്ട്. അപ്പം അവർ ചില വിഷയങ്ങൾ നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാനാണ് അവർ ഈ യാഗപീഠം പണിയുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് എന്താണ്? നമ്മൾ ദൈവസന്നിധിയിൽ ഈ കഷ്ടതയുടെ സമയത്ത് പ്രാർത്ഥനയുമായി ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം സങ്കീർത്തനത്തിൽ പല ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഈ നമുക്കറിയാം 46-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഈ വാചകം നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാം. പക്ഷേ നമുക്കൊരു കഷ്ടത വന്നു കഴിയുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? നമ്മൾ പിറുപിറുക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും നമുക്ക് മാത്രമേ ഉള്ളൂ ഇത്ര കഷ്ടത, നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞതിനാണ് ഇത്രയും കഷ്ടത. ഇതൊക്കെ നമ്മൾ ഈ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനല്ല. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 പുത്രന്മാർ 10 മക്കളാണ് ഒരു ദിവസം മരിക്കുന്നത്. തൻ്റെ സർവ്വസമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട്. നമുക്ക് ആ ഇയ്യോബിന്റെ പുസ്തകം മുഴുവനായിട്ട് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അറിയാം ഇത് ദൈവം പരിശോധിക്കുവാന്നറിയാം. പക്ഷേ ഇയ്യോബിന്റെ സ്ഥാനത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ ഒരു ശോധന കടന്നു വരുന്നതെങ്കിൽ നമുക്കതിനെ എങ്ങനെ തരണം ചെയ്യുവാൻ സാധിക്കും? ഇയ്യോബ് തരണം ചെയ്തതുപോലെ ആ ശോധനയെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. സ്തോത്രം. സങ്കീർത്തനം 50-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലും എന്ത് പറയുന്നു? സങ്കീർത്തനം 50-ന്റെ 15-ലും ഇങ്ങനെ പറയുന്നുണ്ട്: കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ കഷ്ടതയുടെ കാലത്ത് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം. നമുക്കറിയാം ഈ കഷ്ടതയുടെ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് എല്ലാ സുഖവും സൗകര്യവും ഉള്ളപ്പോഴത്തെ പ്രാർത്ഥന പോലെയല്ല നമ്മുടെ കഷ്ടതയുടെ സമയത്തെ പ്രാർത്ഥന. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർക്ക് നന്നായിട്ടറിയാം. ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും? ദൈവസന്നിധിയിൽ ഇരുന്നാൽ
നമ്മൾ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും, അല്ലേ? നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഹന്ന ഹൃദയത്തെ ദൈവസന്നിധിയിൽ വെള്ളം പോലെ പകർന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട് ഹന്ന വെള്ളം പോലെ പകർന്നു? താൻ നേരിടുന്ന നിന്ന അല്ലെങ്കിൽ ആ സാഹചര്യം, ഇതിൽ നിന്ന് തന്നെ വിടുവിക്കാൻ കഴിയാവുന്ന വേറെ ആരുമില്ല. ദൈവത്തിന് മാത്രമേ ഈ സാഹചര്യത്തിൽ തന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ ഉത്തമ ബോധ്യം ആ അന്നയ്ക്കുണ്ടായിരുന്നു. അന്ന ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ പകർന്നു. ആശ്വസിപ്പിക്കേണ്ട പുരോഹിതൻ എന്ത് പറഞ്ഞു? വീഞ്ഞു പിടിച്ച് മത്തയായിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നാൽ സ്വന്തം ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം. ഹാഗാറിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഹാഗാറിനെ അബ്രഹാം പിതാവ് എന്ത് ചെയ്തു? അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഒരു പിഞ്ചു പൈതലുമായി ഈ സഹോദരി യാത്ര ചെയ്തു. മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വെയിലത്ത് മാറിയിരിക്കുവാൻ പോലും, മരുഭൂമി കണ്ടവർക്കറിയാം, ഒരു വെയിൽ മാറിയിരിക്കുവാൻ പോലും ഒന്നുമില്ല. അപ്പം തുറസായ സ്ഥലം, മണൽ ചുട്ടുപൊള്ളി കിടക്കുന്ന അവിടെ ഒരു സ്ത്രീ ഒരു കുഞ്ഞു പൈതലുമായിട്ട് നടന്നു പോവുകയാണ്. ഈ സ്ത്രീക്ക് അപ്പം തീർന്നു, തുരുത്തിയിലെ വെള്ളം തീർന്നു. ഈ ലോകപ്രകാരമുള്ള സകല പ്രതീക്ഷയും ഈ സ്ത്രീയുടെ അറ്റു. ആ സാഹചര്യത്തിൽ ഈ സ്ത്രീ എന്ത് ചെയ്തു? കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. ദൈവസന്നിധിയിൽ ഇദ്ദേഹം നിലവിളിക്കുക ചെയ്യുന്നത്. ഞാൻ ഇന്ന് രാവിലെ ആ വചനം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഹാഗാർ മാറിയിരുന്ന കാര്യം, ഈ പൈതലും കാര്യം സ്വത്രം, ഇത് രണ്ടും എഴുതിയിട്ടുണ്ട്. ഈ പൈതലിന്റെ നിലവിളി ദൈവം കേട്ടാണ് എഴുതിയിരിക്കുന്നത്. സ്വത്രം. അപ്പം നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നാം കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോയാൽ നമ്മുടെ പരിശ്രമം എല്ലാം വ്യർത്ഥമാണ് എഴുതിയിരിക്കുന്നത്. സ്വത്രം. അപ്പോൾ ഈ ഹാഗാറിനെയും ആ പൈതലിനെയും ദൈവം ഓർത്തു. അവിടെ ഒരു ഉറവ് അവർക്ക് വേണ്ടി തുറന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ കുടിക്കാൻ വേണ്ടി ഒരു ഉറവ് തുറന്നു. അതിന്നും ആ ഉറവ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്വത്രം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ ഈ കഷ്ടതയുടെ സമയത്തുള്ള നമ്മുടെ നിലവിളി, നമ്മുടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന എന്താണ്? നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു 10-15 വർഷം പിന്നിലേക്ക് എടുത്തിട്ട് നമ്മൾ അന്ന് നേരിട്ട ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കൈവിട്ട് കാണും. ഒരുപക്ഷെ നമ്മൾ ആശ്രയം വെച്ച ചില മനുഷ്യർ നമ്മളെ കൈവിട്ട് കാണും, അല്ലേ? അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്ത വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന് കാണും. എന്നാൽ ഇന്ന് ആ വിഷയത്തെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം അതൊക്കെ എത്ര വലിയ ദൈവം ആ വിഷയങ്ങളിലൊക്കെ എത്ര വലിയ ഇതായിട്ട് നമ്മളെ തരണം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. നാം അന്ന് വിഷമിച്ച സാഹചര്യങ്ങൾ, നാം ഇന്നായിരിക്കുന്ന അവസ്ഥകൾ നമ്മളൊന്ന് കൂട്ടി വരച്ച് നോക്കണം. സ്വത്രം. ആ ഒരു വിഷയം നമ്മൾ മറന്നു പോകരുത്. സ്വത്രം. നമുക്കറിയാം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 4 വിധത്തിലുള്ളതായ കഷ്ടതകളെ കുറിച്ചാണ് പറയുന്നത്. 4 വിധ കഷ്ടതകളാണ് പറയുന്നത്. ഒന്നാമത്തെ കഷ്ടത എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:17 പറയുന്നതാണ്. അതെല്ലാം മനുഷ്യനുള്ളൊരു കഷ്ടതയാണ്. ഉൽപ്പത്തി 3:17 ദൈവം ഇങ്ങനെ പറയുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. അപ്പം ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ്, എന്താണ്? അതൊരു ശാപം പോലെയാണ് പറയുന്നത്. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. അപ്പം നിനക്ക് ഈ ലോകത്തിൽ സമാധാനം അവസാനം വരെ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അപ്പം നമ്മുടെ ലോകപരമായ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. അപ്പം ആ കഷ്ടത ഉൽപ്പത്തിയിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വത്രം. രണ്ടാമത്തെ ഒരു കഷ്ടത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയാണ്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടത എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് വേണ്ടി യേശു ഏറ്റ കഷ്ടതയാണ്. യേശുവിന് എന്താണ്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപിയായ എന്നെയും നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ വേണ്ടി യേശു അനുഭവിച്ച കഷ്ടതകൾ, അത് വേദപുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ കഷ്ടത. മൂന്നാമത്തെ കഷ്ടത നമുക്ക് മനസ്സിലാക്കാം. അതൊരു ക്രിസ്ത്യാനിയുടെ കഷ്ടതയാണ്. അത് 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി ഇന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യിക്കുമല്ലോ. സ്തോത്രം.
നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പല കാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. സ്വതന്ത്രം. അപ്പം ഒരു ക്രിസ്ത്യാനിയുടെ കഷ്ടത നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. നാം വാസ്തവമായി ഒരു ക്രിസ്ത്യ ജീവിതം ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വതന്ത്രം നമുക്ക് തീർച്ചയായിട്ടും കഷ്ടതയുണ്ട്. എന്നാൽ നാം വാസ്തവമായിട്ടൊന്നും ജീവിക്കുന്നില്ല. നമ്മൾ പണ്ട് സമുദായത്തിലായിരുന്നു, ഇപ്പം ബന്ധുക്കോസി വന്നു, ഇപ്പം അങ്ങുമില്ല ഇങ്ങുമില്ലാത്തൊരു ജീവിതം ജീവിച്ചാൽ ഒരു കഷ്ടതയുമില്ല, നമുക്കിങ്ങനെ കൂളായിട്ടങ്ങ് പോവാം. പക്ഷേ വാസ്തവമായിട്ടും ക്രിസ്ത്യാനി ആയാൽ, നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ചാൽ എന്തുണ്ട്? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടതയുണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്വതന്ത്രം. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 14-ാം വാക്യത്തിൽ പറയുകയാണ്, 15-ൽ പറയുകയാണ്, നിങ്ങളാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ട് കഷ്ടം സഹിക്കരുത്. പല കാര്യത്തിലും വല്ലവൻ്റെയും കാര്യത്തിൽ ഇടപെട്ടിട്ട് കഷ്ടം വന്നിട്ട് അയ്യോ എനിക്ക് കഷ്ടമാണെന്ന് പറയരുത്. നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. സ്വന്തം. അപ്പം അങ്ങനെ വന്നാൽ നമ്മൾ ലജ്ജിക്കേണ്ട. കാരണം എന്താണ്? അതിൻ്റെ ആദ്യത്തെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവരുടെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. കർത്താവിൻ്റെ മടങ്ങി വരവില് നാം ഇവിടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏൽക്കുന്ന ഓരോ കഷ്ടതയ്ക്കും നമുക്ക് അതിന് ഒരു വിലയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്വതന്ത്രം. 4-ാമത്തെ ഒരു കഷ്ടത എന്ന് പറയുന്നത് ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട കഷ്ടതയാണ്. അവർക്ക് എന്താണ്? അവർക്ക് അംശമായി അവർക്ക് ഹൃദയകാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അവരുടെ കഷ്ടത അത് ഈ ലോക ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അപ്പം ഈ 4 കൂട്ടം കഷ്ടത, 4 വിധ കഷ്ടതയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമത്തേത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിലുള്ള കഷ്ടത, രണ്ടാമത്തേത് ക്രിസ്തുവിൻ്റെ കഷ്ടത, മൂന്നാമത്തേത് ക്രിസ്ത്യാനിയായിട്ട് നാം സഹിക്കുന്ന കഷ്ടത, 4-ാമത്തെ ഇസ്രായേൽ എന്ന ജനത്തിൻ്റെ കഷ്ടത. നമുക്കറിയാം 107-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് 107-ാം സങ്കീർത്തനത്തിൽ നമുക്കറിയാം, നമുക്ക് നമുക്കറിയാം നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നു, ദൈവവചനം പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവസഭയിൽ കടന്നു വരുന്നു, നമ്മൾ പലപ്പോഴും പല ആരാധനകൾ അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചതെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ ദൈവം സംസാരിച്ചത് ഉത്തമ ബോധ്യം നമുക്ക് ഒരു ആരാധനയെ സംബന്ധിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ എന്താണ്? സ്വതന്ത്രം. അവിടെ നമ്മുടെ എന്തെങ്കിലും കുഴപ്പം കൂടെയൊക്കെ ഇതിൻ്റെ അകത്ത് കാണുമെന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എന്ത് വേണം? നമ്മളൊരു ആരാധന സംബന്ധിക്കാൻ വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച ഇവിടെ ഉണ്ട്, അടുത്ത ഞായറാഴ്ചത്തെ ആരാധന സംബന്ധിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ സഭയിൽ എന്ത് ചെയ്യണം? ദൈവവചനം വെളിപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പം വചനം ശുശ്രൂഷിക്കുന്ന ജോയലിന് വേണ്ടി ആയാലും ഞാൻ സങ്കീർത്തനം ശുശ്രൂഷ എനിക്ക് വേണ്ടി ആയാലും നമ്മുടെ സഭയിൽ ദൈവവചനം വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അപ്പോൾ അടുത്ത ആഴ്ചത്തെ ആരാധനയ്ക്കായിട്ട് നിങ്ങൾ ഇന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവമേ അടുത്ത ആഴ്ച ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് ദൈവവചനം ഇടപെടണം, അവിടെ സംസാരിക്കുന്ന വചനം ഞങ്ങളോടാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. സ്വതന്ത്രം. നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ദൈവം സംസാരിക്കുമോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഞാൻ ഇന്നലെ ചിന്തിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, ശൗമേൽ ബാലിനെ ദൈവം രാത്രിയിൽ 3 പ്രാവശ്യമാണ് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിളിക്കുന്നത് പോലെ തന്നെയാണ് ശൗമേൽ ബാലിനെ ദൈവം വിളിക്കുന്നത്. അങ്ങനെ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മോശയോട് ദൈവം മുഖാമുഖമായി സംസാരിച്ചെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തി ഇപ്പം ഈ പുതിയ നിയമത്തിൽ നമ്മൾ പറയുകയാണ്, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിനെ നടന്നുകൊള്ളുകയും എന്നൊരു സ്വരം നിങ്ങൾ കേൾക്കുമെന്ന് ഈ ദൈവവചനമാണ് പറയുന്നത്. ഈ ദൈവവചനം പറഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാകത്തില്ല എന്നൊരു കാര്യം എല്ലാവരും ഓർത്തുകൊള്ളണം. സ്വതന്ത്രം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവവചനത്തോട് മറുതലിക്കുന്നവരാകരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അപ്പം ദൈവവചനം കേൾപ്പിക്കേണ്ടടുത്ത് ദൈവവചനം കേൾപ്പിക്കും. ഇനി അതല്ല, ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പാട്ടിലൂടെ ആയിരിക്കാം ദൈവം നമ്മളോട് ഇടപെടുന്നത്, ചിലപ്പം ഒരു സങ്കീർത്തന
സങ്കീർത്തനം വായിക്കുമ്പോഴോ വചന ശുശ്രൂഷയിലൂടെയാകാം ദൈവം ഇടപെടുന്നത്. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ട്രാക്ടോ വല്ലതും കിട്ടുന്നതായിരിക്കും, അതിലെഴുതിയൊരു വചനമായിരിക്കാം നമ്മൾ ഇടപെടുന്നത്. എങ്ങനെ ദൈവം ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവും നമുക്ക് വേണം. അതിനെന്ത് വേണം? എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ടൊക്കെ റേഡിയോ ട്യൂൺ ചെയ്യുമായിരുന്നു. ഈ റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്, അതൊരു ചാനലിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് പോലെയാണ് ഈ പ്രാർത്ഥന. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന പറഞ്ഞാൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. അപ്പം എവിടെ പ്രാർത്ഥന പറയുന്നു അവിടെ ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. നമ്മൾ ഇത് ചോദിക്കുക, നമ്മൾ എത്ര പേര് ഉപവാസം ഇരിക്കുന്നുണ്ട്? നമ്മൾ ഉപവാസം ഇരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല വിടുതലിന് വേണ്ടി ഉപവാസം ഇരിക്കും. എന്നാൽ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ഉപവാസം ഇരിക്കുന്ന എത്ര പേരുണ്ട്? ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മൾ ഉപവാസം ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ആ ശബ്ദം കേൾപ്പിക്കും. നമ്മളെ ആക്ഷരികമായിട്ട് കേൾപ്പിക്കുന്ന ശബ്ദമാണെങ്കിൽ ആക്ഷരികമായിട്ട് തന്നെ കേൾപ്പിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുക. ഈ 107-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിലാണ് ഇതാണ് പറയുന്നത്: ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട്. അപ്പം എന്താണ് മനുഷ്യന് പറ്റുന്ന 2 തെറ്റാണ് അവിടെ പറയുന്നത്. ഒന്ന്, ദൈവവചനത്തോട് മത്സരിക്കുക. അതൊക്കെ അന്ന് സംഭവിക്കുമായിരുന്നു, ഇതൊക്കെ ഇന്ന് സംഭവിക്കത്തില്ല എന്നൊരു ചിന്താഗതി വെച്ച് പുലർത്തുന്നു. അപ്പോൾ ഈ ദാനിയേലിൻ്റെയൊക്കെ സമയത്ത് 3 ബാലന്മാരെ തീക്കകത്തിട്ടു. അതിനു മുമ്പ് ആരെങ്കിലും തീക്കകത്തിട്ട് ദൈവം ഇറങ്ങി ചെന്നായിട്ട് അവരെ കേട്ടിട്ടുണ്ടോ? അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ഇത് സംഭവിച്ചത് കൊണ്ടാണ്, അവരുടെ വിശ്വാസം കൊണ്ടാണ് നമുക്ക് ഇന്നത് വായിക്കുവാനും നമ്മുടെ വിശ്വാസം ബലപ്പെടുവാനും അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് വിശ്വസിക്കണം. അപ്പം നമ്മളെന്ത് എബ്രായരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസം എന്നത് ആശിക്കുന്നവർക്ക് കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. നമ്മളെല്ലാം കണ്ടിട്ടൊന്നുമല്ല വിശ്വസിക്കേണ്ടത്, നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവം നമുക്ക് തൻ്റെ രക്തം ഒഴുക്കി, തൻ്റെ അവസാനത്തുള്ളിൽ ചോരയും ഒഴുക്കി നമ്മളെ വിശുദ്ധീകരിച്ച ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ എന്താണ്? ആ യേശുക്രിസ്തു തന്നെയാണ് ഈ വചനം. അപ്പോൾ നമുക്ക് ഈ വചനത്തിൽ നമുക്ക് വ്യതിചലിക്കേണ്ടതോ ഭയപ്പെടേണ്ടതായ കാര്യങ്ങൾ ഇതിനകത്ത് വരത്തില്ല എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം ഈ ദൈവവചനത്തോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്താൽ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. എന്താണ്? 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തും. മനസ്സിലായോ? ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ഇടറി വീഴുവാനിടയാകും. സ്തോത്രം. അപ്പോൾ സഹായിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. നമ്മൾ നേരത്തെ വായിച്ചു, ആഗാറിന്റെ ജീവിതത്തിൽ സഹായിപ്പാൻ ആരുമില്ല. ഇനിയിപ്പം സഹായിപ്പാൻ ദൈവമല്ലാതെ ഒരു വ്യക്തി ആ മരുഭൂമി അവർ സഹായിപ്പാനില്ല. സ്തോത്രം. അപ്പം ഇവിടെ പറയുകയാണ് അവിടെ സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നവരാ? നമ്മൾ മത്സരിക്കുന്നവരാകരുത്. നമുക്കറിയാം, ഇസ്രായേൽ ജനം, ഈ 107-ാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. ഇവരെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാൻ ആരുണ്ട്? ഒരു മനുഷ്യനാലും കഴിയത്തില്ല. മോശയാണോ വിടുവിച്ചത്? മോശയല്ല, ദൈവമാണ് വിടുവിച്ചത്. മോശ ആ സമയമായപ്പോൾ മോശ ദൈവം അയച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ ആ മിസ്രൈം എന്ന ഇരുമ്പുരയിൽ നിന്ന് പുറത്തു വന്ന ജനം പിന്നത്തേതിൽ ദൈവത്തോട് പിറുപിറുക്കുക. എന്തിന്? ചിലപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ആഹാരം പോരാ. അപ്പം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ആഹാരം പല്ലിനിടയിൽ ഇരിക്കുമ്പം തന്നെ അവർ പിറുപിറുക്കുക ആഹാരത്തിന് വേണ്ടി. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഈ പിറുപിറുപ്പുകാരായത്, ഈ ഇവർക്ക് സംഭവിച്ചത് എന്താണ്? ഇവർ വഴിയിൽ പട്ടുപോയി എന്നുള്ളതാണ് സംഭവിച്ചത്. സ്തോത്രം. നമ്മൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടാൽ കനാനിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിൻ്റെ ഇടയ്ക്ക് പട്ടുപോവുക അല്ല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ട് നമ്മെ വിളിച്ച ദൈവം എന്ത് ഉദ്ദേശത്തിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. എൻ്റെ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായി തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും അവർ കഷ്ടപ്പെട്ടു. അപ്പം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലംഘന ഹേതുവായി അവരുടെ അകൃത്യം നിമിത്തം അവർ കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അപ്പം സ്വർഗത്തിലെ നമ്മൾ പറഞ്ഞ മന്നായെക്കുറിച്ച് പറയുന്നു. ഏറ്റവും ഉത്തമമായ ആഹാരമാണ് മന്ന. പക്ഷേ ഈ മന്ന പോലും ഇവർക്ക് വെറുപ്പാണ്. അവർക്ക് കാടയിറച്ചി കൊടുത്തു, ഇവർ വേണ്ടുന്നതെല്ലാം കൊടുത്തു. പക്ഷെ ഇവർക്ക് എന്താണ്? ഈ ആഹാരത്തോട് അവർക്ക് വെറുപ്പ് തോന്നുക. സ്തോത്രം. എന്തുകൊണ്ടാണ് വെറുപ്പ് തോന്നിയതെന്ന് നമുക്കറിയാം. ഈ 2 കാരണമാണ്. ഒന്ന്, വചനത്തോട് മത്സരിക്കുക, അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുക. പിന്നെന്താണ്?
തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായിട്ട് തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം. അപ്പോൾ ഈ നാല് കൂട്ടം കാര്യങ്ങളിൽ അവർ ദൈവത്തോട് പിറുപിറുത്തപ്പോൾ അവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തങ്ങളുടെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചു. കേട്ടോ, ഈ കഷ്ടതയിൽ വീണ്ടും നിലവിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മുടിയനായ പുത്രൻ അവന് കൊടുത്ത സകല സമ്പത്തും നശിപ്പിച്ചിട്ട് ഈ മുടിയനായ പുത്രൻ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ഈ മടങ്ങി വരുമ്പം ഈ അപ്പം പറയുന്നില്ല, നീ എൻ്റെ എല്ലാ സമ്പത്തും നശിപ്പിച്ചു, പകുതിക്ക് പകുതി നീ നശിപ്പിച്ചു, നീ എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞില്ല. അവിടെ ഓടിച്ചെന്ന് കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു പിതാവിനെയാണ് കാണുന്നത്. ഈ പിതാവ് ആരാണ്? നമ്മുടെ സ്വർഗസ്വനായ പിതാവാണ് എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യമോ നമ്മൾ വീണുപോയ സാഹചര്യങ്ങളോ ഒന്നും നോക്കാതെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ഈ മനസ്സ് കാണിക്കാതെ നമ്മൾ മസിൽ പിടിച്ച് ദുർവൃത്തം കൊണ്ട് നിന്നാൽ എന്ത് സംഭവിക്കും? കഷ്ടത കൊണ്ട് താഴ്ത്തും. ഈ താഴ്ത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ നമ്മൾ പാസ്റ്ററെ അങ്ങനെയാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. പിന്നെ നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ എന്താണ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല, എൻ്റെ ഒരു സുഹൃത്ത് കേരളത്തിലെ ഒരു പ്രബലമായ ഒരു പെന്തക്കോസ്ത് സഭയിലെ സെക്രട്ടറിയാണ്. ഈ സഹോദരൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിക്കുവാണ്, ഈ സഹോദരനോട് ഞാൻ ആദ്യം ചോദിച്ചത്, ചേട്ടാ ഒരു പാസ്റ്ററിൻ്റെ നമ്പർ തരാമോ? ഞാനൊന്നും വിശ്വാസമൊന്നും വന്നിട്ടില്ല, എനിക്കൊന്ന് വിളിക്കാനാണ് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പെന്തക്കോസ്ത് കോളം മുഴുവൻ നശിച്ചളിയ, ഇവനെ ഒന്നും വിളിക്കില്ല, എല്ലാവരും കള്ളനാണ് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു വെച്ചു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിക്കുകയാണ്, എടാ ഒരു ജോത്സ്യൻ്റെ നമ്പർ തരാമോ, എനിക്ക് ആ പാടെ പ്രശ്നമാണ്. അപ്പോൾ സംഭവം എന്താ, ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം താറുമാറായി. അപ്പോൾ ഇദ്ദേഹത്തിന് സംശയം സഭയിലുള്ള വേറെ ആരും എന്തോ ചെയ്തു. അപ്പം മനസ്സിലായില്ലേ, അധികാരത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്തു? സഭയിൽ വഴക്കുണ്ടാക്കി, ഒരാളെ അടിച്ചു, മറ്റവരെ അടിച്ചു, അവരെ ഓടിച്ചു, ഇവരെ ഓടിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? പരസ്പരം സ്നേഹിക്കുക എന്ന ദൈവവചനത്തിന് വിരോധമായിട്ട് സ്വന്തം സഹോദരനെ പോലും സ്നേഹിക്കാൻ കഴിയാതെ ഇവർ ആ സഭയിലായിരുന്നു മത്സരികളായിട്ട് ഇവരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവരെ ദൈവം താഴ്ത്തും. അതുകൊണ്ട് ഈ താഴ്ച നമ്മുടെ ജീവിതത്തിൽ വരാൻ ഇടയാകരുത്. സോ നമുക്കറിയാം, ഈ 107-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. സ്തോത്രം. 3 കാര്യം ദൈവത്തെ വിളിച്ച് നമ്മൾ നിരപ്പ് പ്രാപിച്ചാൽ, നമ്മൾ പ്രിയ ജോയൽ പറഞ്ഞു പുതിയതൊന്ന് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വന്നാൽ നമുക്കിവിടെ 3 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, ദൈവം നമ്മളെ നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കും. 2, നമ്മൾ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. 3-ാമത്തേത്, നേരെ ചൊവ്വയുള്ള വഴിയിൽ. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പാതകൾ തെറ്റിപ്പോകുന്നതാണ് നമുക്ക് ഈ പ്രശ്നം പറ്റുന്നത്. ഇവിടെ പറയുകയാണ്, അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. നമ്മൾ നേരത്തെ ഒരു ദൈവവചനം കേട്ടു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നൊരു സ്വരം നിങ്ങൾ കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പം ദൈവം തൻ്റെ സ്വരം കേൾപ്പിച്ച് തന്നെ നമ്മളെ വഴി നടത്തുമെന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഈ 3 കാര്യങ്ങൾ ഓർത്തു കൊള്ളുക. ഒന്ന്, ദൈവം അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടത്. അപ്പം ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കും, പാർപ്പാൻ തക്ക പട്ടണത്തിൽ കൊണ്ടെത്തിക്കും, ചൊവ്വയുള്ള വഴിയിൽ ദൈവം നടത്തും. സ്തോത്രം. ആകയാൽ നമ്മൾ വചനങ്ങളോട് മത്സരിക്കാതെ, ആലോചനയെ നിരസിക്കാതെ നമുക്കിതിനെ ചേർത്ത് പിടിപ്പാൻ സ്തോത്രം ദൈവം നമുക്ക് ശക്തി പകരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ.